ആദ്യം ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ഇന്ന് CPM കുറച്ചുകൂടി നിലപാട് വെള്ളാപ്പള്ളി വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ളതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു നിലപാടെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ഒരു വ്യക്തമായൊരു മാറ്റമുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളി രാഷ്ട്രീയമായി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്നാണ്. അതുവഴി അദ്ദേഹത്തിൻ്റെ വിപുലമായ സാമൂഹിക ശക്തി, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ, അതോടൊപ്പം അദ്ദേഹം നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റുന്നൊരു വ്യക്തിയാണ് എന്നുള്ള നിലയിലാണ് വെള്ളാപ്പള്ളി നടേശനെ പരമ്പരാഗതമായി കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. അദ്ദേഹം പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു പശ്ചാത്തലം പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപൂർവമായിട്ട് മാത്രമേ തെറ്റിയിട്ടുള്ളൂ. മാത്രമല്ല CPMൻ്റെ പ്രധാനപ്പെട്ട വോട്ട് വരുന്ന ഒരു മാർഗം അല്ലെങ്കിൽ മേഖല എന്ന് പറയുന്നത് അത് ഈഴവ സമുദായത്തിൽ നിന്നാണെന്നുള്ളത് പരക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഫോർമലായിട്ട് ഔപചാരികമായിട്ട് SNDPയുടെ ജനറൽ സെക്രട്ടറിയും കൂടി എൻഡോഴ്സ് ചെയ്യുമ്പോൾ അതിന് വലിയ ശക്തി ഉണ്ടാകും. ആ നിലയിൽ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തെ ആത്മാർത്ഥമായി പിന്തുണച്ച ആളാണ് SNDP യോഗവും പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി. ഇതിനിടയ്ക്ക് ഒരു അപവാദം പറയാനുണ്ട്. കാരണം BJPയുടെ സഹായിയായി വന്ന BDJS രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഫോർമലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് BDJSൻ്റെ സമുന്നതനായ നേതാവ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ചാഞ്ചാട്ടം നടത്തിയെങ്കിലും BJPക്കെതിരെ കാര്യമായിട്ടൊന്നും വിമർശനം നടത്താതെ, എന്നാൽ ഇടതുപക്ഷത്തോട് അനുഭാവം കാണിച്ച് കുറേ കാലമായിട്ട് നിൽക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന പല കാര്യങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ, മുസ്ലിം സമുദായമല്ല മുസ്ലിം ലീഗാണെന്ന് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ്. ആ കടന്നാക്രമണത്തെ തള്ളിപ്പറയാനായിട്ട് ഭരണകക്ഷിയിൽ നിന്നും ആൾക്കാർ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ഇവർ എൻഡോഴ്സ് ചെയ്യണു എന്നുള്ളതാണ്. എന്നാൽ ഇത് വരും കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് 4 മാസം കഴിയുമ്പോൾ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ അടുത്ത് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണി SNDPയുടെ മാത്രം പിന്തുണ കൊണ്ട് ജയിച്ചു കയറാമെന്ന് പറ്റില്ല എന്നുള്ള സാമാന്യ ബോധ്യം അവർക്കുണ്ടായിരിക്കണം. എന്നാൽ അദ്ദേഹത്തെ തള്ളാനും താല്പര്യമില്ല. ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിലാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ ചോദിച്ചതുപോലെ ഇടതുപക്ഷ മുന്നണിക്കൊരു ബാധ്യതയാകുമോ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം LDF നടത്തിയ ഒരു വിലയിരുത്തലിൽ ഇപ്പോൾ BJPയിലേക്ക് ഹൈന്ദവ വോട്ടുകൾ പോകുന്നു, അത് ഈഴവ വോട്ടുകൾ പോകുന്നു എന്നുള്ള വിലയിരുത്തലിൽ വെള്ളാപ്പള്ളിയെ കൂടുതൽ ചേർത്ത് നിർത്തുവാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു കൺസോളിഡേഷൻ, മുസ്ലിം കൺസോളിഡേഷൻ വരുന്നു, അത് UDFന് അനുകൂലമായി മാറുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലും വരുന്നു. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയാത്ത ഒരു വിഷമവൃത്തത്തിലാണ് CPM എന്ന് വേണം കരുതാനില്ലേ? അതേസമയത്ത് തന്നെ CPIയുടെ മുന്നറിയിപ്പുണ്ടല്ലോ, വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് CPI നിലപാടെടുത്തിരിക്കുന്നത്. അവിടെ ഈ മുന്നണി ബന്ധത്തിന്റെ പേരിൽ CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച കാര്യം മാത്രം CPM തള്ളിപ്പറയുന്നു. പക്ഷേ അവിടെയും വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു വിഷമവൃത്തം തന്നെയാണല്ലോ. മറുവശത്ത് മുസ്ലിം ലീഗ് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ. അപ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയത്ത് ഈ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം നടത്തണം. അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ടുകൾ പോകുവാനും പാടില്ല, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ. അങ്ങനെ ഒരു വിഷമവൃത്തം ഇപ്പോഴുണ്ട് അല്ലേ? ആ വിഷമവൃത്തം വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പ് പഠനങ്ങളും തെളിഞ്ഞതാണ് ഒരു ഗണ്യമായ ഒരു വിഭാഗം OBC ഈഴവ സമുദായത്തിൽ നിന്ന് BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചൊരു സീറ്റ് മാത്രമാണല്ലോ ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഇടതുപക്ഷത്തിലേക്ക് വോട്ട് വരണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ വേണം. ആ നിലയ്ക്ക് അദ്ദേഹവുമായി അടുത്ത് വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനകത്ത് കുറച്ച് സാങ്കത്യവുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വാസ്തവത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത് ഒരു വലിയ റിസ്ക്കാണ്. കാരണം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനോട് നിൽക്കുന്ന സാമൂഹിക ഗ്രൂപ്പുകളൊന്നും ഇടതുപക്ഷത്തെ അങ്ങനെ പെട്ടെന്ന് കൈയൊഴിയുകയില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവന ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളെ അകറ്റുമെന്നുള്ളത് വ്യക്തമാണ്.
അത് യു ഡി എഫിലേക്ക് ഒരുമിച്ച് ക്രോഡീകരിച്ച് പോയാൽ കൺസോൾട്ടേഷൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ സി കെ ഷാക്കിറിന്റെ മുസ്ലിം ലീഗ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എപ്പോഴും മുസ്ലിം ലീഗിനെതിരാണ് എന്ന രീതിയിൽ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷെ അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ്. ശ്രീ സി കെ ഷാക്കിർ, പൊതുവെ പറയുമ്പോൾ ഇപ്പോൾ യു ഡി എഫിന് ഐശ്വര്യമാവുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. നിങ്ങളും സന്തോഷിക്കുകയാണല്ലോ വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ ഈ പരാമർശങ്ങളിലും അതിനോട് CPM എടുക്കുന്ന നിലപാടുകളിലും. അല്ല, നമുക്ക് സന്തോഷമല്ല. നമുക്ക് യഥാർത്ഥത്തിൽ കേരളീയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ വോട്ടിൻ്റെ ഒരു കണക്കെടുത്താൽ, ഇവിടെ തൊട്ടു മുമ്പ് ശ്രീ ഗോപകുമാർ സംസാരിച്ചതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി 17% വോട്ടുണ്ടായിരുന്ന BJP 14% താഴ്ന്നതാണ്. CPM-നും വലിയ രീതിയിൽ വോട്ട് നഷ്ടമുണ്ടായി. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള വിഷവാചകങ്ങളെക്കുറിച്ച് അത് മലയാളികൾ വിലയിരുത്തിയത്, ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യാപനങ്ങൾ ഉപദേശങ്ങൾ പരിപാലിക്കേണ്ട ഒരു സംഘടന തലപ്പത്തിരുന്ന് കള്ള് കുടിക്കരുത്, വിൽക്കരുത്, പിന്നെ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്ദേശം നൽകിയ ഒരു മഹാനായ മനുഷ്യൻ്റെ പേരിലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് 14 ജില്ലകളിലും അബ്കാരി ലൈസൻസ് നേടി കള്ള് കച്ചവടം നടത്തുന്ന ഒരു ബാർ ലൈസൻസ് ഉള്ള ഒരു കള്ള് കച്ചവടക്കാരൻ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം SNDP എന്ന സംഘടന ലക്ഷ്യം വളരെ മഹത്തരമാണ്. ആ സംഘടന ലക്ഷ്യം ജാതി വിവേചനങ്ങൾക്കെതിരാണ്, സാമുദായിക സമത്വത്തിന് വേണ്ടിയാണ്, ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. സത്യത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് SNDP. ആ SNDPയുടെ തലപ്പത്ത് ഇദ്ദേഹം 1997 വന്ന ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹം NSSൻ്റെ സുകുമാരൻ നായരെക്കുറിച്ച് പറഞ്ഞ വാചകം നമുക്കറിയാം. അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പാഠശാലയിലേക്ക് വരുന്നത്. നമ്മൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ അറിയുന്നത്. നിരന്തരമായി സുകുമാരൻ നായരെ തെറി പറയുന്നു. ഒരു കാലത്ത് ഇപ്പോൾ NSSൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പിന്നെ അദ്ദേഹത്തെയും തെറി പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് മാറ്റി പറയുന്നുണ്ടെങ്കിലും ഒരു സമുദായത്തെ ഒരു കാര്യവുമില്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി പിന്നെ എന്താ പറയുക ആ രീതിയിൽ അധിക്ഷേപം നടത്തുകയാണ്. ആ അധിക്ഷേപത്തിൻ്റെ ശിക്ഷയാണ് കേരളത്തിലെ മുസ്ലിംകളല്ലാത്ത ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ വോട്ടർമാരും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തുള്ള ക്യാപ്ഷൻ ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ MP ഗോവിന്ദനും പറയുന്ന കാര്യം മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് മാത്രമേ വെള്ളാപ്പള്ളി നടേശന് CPM-ന്റെ പിന്തുണയുള്ളൂ എന്നാണ് MA ബേബി ഇക്കാര്യം പറയുകയുണ്ടായി. എന്ന് വെച്ച് അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്നല്ല. ഈ വിഷയത്തിൽ തന്നെ, ഈ മലപ്പുറം വിഷയത്തിൽ തന്നെ അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്, ഞാൻ മുസ്ലിം ലീഗിനെ പറ്റിയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അതിൽ ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒന്നുമില്ല. ഇപ്പൊ ലീഗിനെ പറഞ്ഞു, ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അപ്പോൾ ലീഗിനെ പറഞ്ഞതിന് കുഴപ്പമില്ല. ആ കാര്യത്തിലാണ് ഇപ്പോൾ CPM ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അല്ല മനുഷ്യ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വിമർശനങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിമർശനമാണോ? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മലയാളത്തിലാണല്ലോ. അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പറഞ്ഞോ? മലപ്പുറം ജില്ലയിൽ അതായത് പത്തനംതിട്ട ജില്ലയിൽ ജീവിക്കുന്ന, ഇടുക്കി ജില്ലയിൽ ജീവിക്കുന്ന മൊത്തം മനുഷ്യരെക്കാൾ ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മതവിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടോ? ഇപ്പം ഈഴവ ജനവിഭാഗത്തിന് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറത്ത് പിന്നെ SNDPക്ക് കോളേജില്ല എന്നൊക്കെ കള്ളക്കണക്ക് പറഞ്ഞതല്ലേ. 1968 അവർക്ക് കോളേജ് കൊടുത്ത CH മുഹമ്മദ് കോയ സാഹിബാണ്. ഈ പിന്നെ 1995 ഇദ്ദേഹം SNDP തലപ്പ